കൊല്ലും ഞാൻ രണ്ടിനും. വേണ്ട സിദ്ധാർത്ഥ, തല്ലാണ്ട് എന്നെ പരിഹാരം ഉണ്ടാക്കാം. അണപ്പല്ലടിച്ച് തെറിപ്പിക്കും ഞാൻ. ചിരിക്കുമ്പോ പല്ല് 32 കാണുന്നുണ്ടെങ്കിലേ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ചീത്തപ്പുര കേപ്പിച്ച പുഴുങ്ങി ഞാൻ. നിനക്കെന്താ പ്രായമായ പെൺകുട്ടികളെ തല്ലരുത്. പിന്നെ മൂത്ത് അരച്ചിട്ടാണോ ഓപ്പോളെ തല്ലുക? ഇവരിൽ ആരെയോ ഒരുത്തിയെ കെട്ടാൻ പോണെന്നും പറഞ്ഞു ഒരുത്തിന് ഓഫീസിൽ വന്നിരുന്നു. അത് ആരെയാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. നിന്നെയാണോ സൂചിപ്പിച്ചത്? നിന്റെ ആരോടെ അളിയൻ? അവളെ വിടൂ സിദ്ധാർത്ഥ. ഇനി ഇവരിൽ ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചു നിന്നെ വെക്കുക. കുറെ നേരം തല്ലിയതുകൊണ്ട് ആ സ്നേഹം വാടി വീഴുവോ? തല്ലിയാ നന്നാവുന്നുണ്ടെങ്കിൽ നിന്റെ അമ്മായി എന്നോ നന്നാവേണ്ടതാ. നന്നായോ? അത് നിന്നെ തല്ലി വളർത്താത്തന്റെ കുഴപ്പാ. നിന്നെ കെട്ടിന്നുള്ള ഒരു തെറ്റല്ലാതെ ഭാരതിക്ക് വേറെ ഒരു ദോഷം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന നിന്റെ മോൻ ഒരു മാസമെങ്കിൽ ഒരു മാസം നിന്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കാൻ അവള് നിർബന്ധിക്കൂ? മതി, നിർത്തുവോ പോളെ. പരാതി പറഞ്ഞ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കണ്ട. ചെയ്യാത്ത തെറ്റിന് കുട്ടികൾ എങ്ങനെ ഇടം വല്ലം തല്ലിയാൽ നിനക്ക് അവരോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് വെറും പുകയാവില്ലേ സിദ്ധാർത്ഥ? അമ്മാവൻ ഞാൻ പറയും. നിർത്തൂ. ഇതൊരു പ്രകൃതി നിയമ. ആണിന് പെണ്ണ് വേണം, പെണ്ണിന് ആണും. അത് പരസ്പരം ആകർഷിക്കും. ആ കാന്തശക്തി തല്ലിക്കെടുത്താൻ പറ്റുമോ? ആ കാന്തശക്തി ഈ വീട്ടിൽ വേണ്ടെന്ന്. സമയമാകുമ്പോ അന്തസ്സായി ഞാൻ കല്യാണം കഴിപ്പിച്ചായിരിക്കും. അതിനു മുമ്പ് എന്റെ നെഞ്ചത്ത് കുത്തി വേലിയാടാൻ നോക്കിയുണ്ടല്ലോ. രണ്ടിനെ വേണ്ട ഒപ്പോളെ, രണ്ടിനെ ഒക്കത്തെടുത്ത് ചകത്തേക്ക് പോയേ. ഗൗതമ ബുദ്ധ. അമ്മാവനൊന്ന് പോയേ. ഔവ്വ. ട്രിപ്പറയാറിൽ കൊട്ടാൻ പോയ അളേനെ ഇത്ര നേരമായിട്ട് കാണുന്നില്ലോ പോളെ. ഇനി അതുപടി ഗുരുവായൂർക്കെങ്ങാനും കൊട്ടാൻ പോയാവോ? ആ അതാ വരണുണ്ടല്ലോ. കുഞ്ഞിന്റെ നാവില് ചിലപ്പോ മഹാവിഷ്ണുവാ. ആ ബീഡി കളയണ്ട, ഇങ്ങോട്ട് വന്നോളൂ. എന്നാ പിന്നെ പകോട അങ്ങോട്ട് ഊതി കൊടുത്തേക്കും. അതായിട്ട് എന്തിനാ കളയണേ? ഉച്ചയ്ക്ക് മുമ്പ് ബസ് കയറിയതാ. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. അത് മാത്രല്ല, കുടിച്ച വെള്ളം പുറത്തേക്ക് കളയാനും പറ്റിയിട്ടില്ല. എവിടെ നോക്കിയാലും തിരക്ക്. ബസ്സിലും തിരക്ക്, റോഡിലും തിരക്ക്, ഇടവഴിയിലും തിരക്ക്. ആ മോളെന്താ എഴുതണേ? സയൻസ് ആണ്. സം പോയിന്റ്സ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അളിയനൊന്നും ഭയൊന്നുമില്ലേ? അളിയ ഇത് നമ്മുടെ ചെണ്ടകൊട്ട് പോലല്ല, അത് പാരമ്പര്യ. ഇത് തലച്ചോറാ. മോള് പഠിച്ചോളൂ. ഇതിലും കടുപ്പത്തിലുള്ള പഠിക്കൂ. പാസ്സായാ മതി. സിദ്ധാർത്ഥൻ ഡോക്ടർ എവിടെ? എന്തേ? ഒന്നുമില്ല. അവൻ ആരോ തല്ലിന്നും തല്ലുകൊണ്ടവൻ ആസ്പത്രിയിലാണെന്നും ഞാൻ തൃപ്രയാറെന്ന് അറിഞ്ഞു. നാളെ അവനോടൊന്ന് സ്റ്റേഷൻ വരെ ചെല്ലാൻ എസ് ഐ എന്നെ കണ്ടപ്പോ പറഞ്ഞു. ആകെപ്പാടെ ബഹു സന്തോഷായി. തൃപ്രയാറിന്ന് വരുന്ന വഴിക്ക് ഈ ആറ്റം ബോംബും കൈ പിടിച്ചോണ്ടാണ് അളിയൻ വന്നത്. നീ ഇത് കാര്യാക്കണ്ട. പോലീസിന്റെ അരി കുഞ്ഞമ്മ നോക്കിക്കോളാം. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മോനെ. ഈ വീട് താങ്ങി നിർത്താൻ നീ കാണിക്കുന്ന സർക്കസ് അച്ഛന് നന്നായിട്ട് അറിയാം. എടുത്താ പൊങ്ങാത്ത കടം ഈ വീണ്ടും വില ഇപ്പോഴുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? നിന്റെ ഈ ദേഷ്യം നിയന്ത്രിക്കുക. ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള സാധനമായി കരണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. നിന്റെ ദേഷ്യത്തിന് മുമ്പിൽ പെട്ടാ അതിന് വരെ ഷോക്ക് അടിക്കും. അതാ സ്ഥിതി. പെങ്ങളെ കെട്ടാൻ പോണെന്നും പറഞ്ഞ ഒരുത്തൻ വലിഞ്ഞു കയറി വന്ന അച്ഛനെന്ത് ചെയ്യും? അവനെ വിളിച്ചിരുത്തി മരുമോനെന്ന് വിളിക്കോ? ഞാൻ ചെണ്ടെടുത്ത് കൈ കൊടുക്കും. കൊട്ട ഇറങ്ങി കൊട്ടിക്കോളാൻ പറയും. ഞാൻ എന്തായാലും അത്ര സന്മനസ് കാണിക്കില്ല. ചെണ്ട ഇല്ലാതെ തന്നെ അവനെ കൊണ്ട് ഞാൻ പൊട്ടിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും എന്നെ തോൽപ്പിക്കണം. അത് അപ്പോഴല്ലേ. അപ്പൊ ഞാൻ തോറ്റു കൊടുത്തോളാം. എല്ലാരും ഇത്തിരി സമാധാനത്തിൽ ഇരിക്കായിരുന്നു എന്റെ കുട്ടി. അതിന് പിന്നെയും തീ കൊടുത്തു. തൃപ്രയാറിന്ന് ചെണ്ടയും കുട്ടി വന്നത് ഇതിനായിരുന്നോ? നീ അകത്ത് പോടാ മോനെ. നിന്റെ സയൻസ് കൊടുത്തൊക്കെ മതി. എന്നിട്ട് പൊടി അപ്പുറത്ത്. അളിയ നാളെ എവിടെയാ കൊട്ട? ഇപ്പൊ തന്നെ അറിയണോ? അറിയണമെന്നില്ല, കൊട്ടിയാ മതി. ഇനി എനിക്ക് താവും കൊട്ട. പോവന്നെ. എന്താ ചാർലി? ഓഫീസിലേക്ക് പോയിട്ട് കാര്യമില്ല സാറേ. അവിടെ എഞ്ചിനീയർ സാറും പുരുഷോത്തമ മുതലാളിയും ചേർന്ന് പടക്കം പൊട്ടിക്കുക. ഇന്നെന്താ വിഷുവാ? അളിയനാണെന്നും പറഞ്ഞ് നമ്മളൊരാളെ തല്ലിയില്ലേ, അവൻ പുരുഷോത്തമ മുതലാളിയുടെ ആളാ. അതിന്റെ പേരിൽ സാറിനും എനിക്കും പണിഷ്മെന്റ് ട്രാൻസ്ഫറാ. എങ്ങോട്ടേക്കാടോ ട്രാൻസ്ഫർ? ആളും മനുഷ്യനും കരണ്ടും ഒന്നുമില്ലാത്ത ഏതോ ഒരു നാട്ടിലേക്ക്. സാറ് വിചാരിച്ച യൂണിയൻ ഇടപെടും. വല്ലാത്ത റെഡിയായിപ്പോയി. എന്റെ അന്നം മുട്ടും. അല്ലെങ്കിൽ ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്താവാനാ? ഇത് മുൻപത്തെ വിരോധം കൂടി ചേർത്ത് മുതലാളി സിദ്ധാർത്ഥ സാറിനിട്ടൊരു പാര വെച്ചതാ. അയാൾ അവനെ അളിയനാണെന്നും പറഞ്ഞ് മനഃപൂർവ്വം അയച്ചാണ് തീർച്ച. അത് നേരാവാനാണ് വഴി. അതിനൊരു മറുപടിയുണ്ട്. എന്ത് വഴി? പെങ്ങളെ കെട്ടൂന്ന് പറഞ്ഞാണല്ലോ അവൻ വന്നത്. പുരുഷോത്തമൻ മുതലാളിയുടെ ഭാര്യയെ കെട്ടൂന്ന് പറഞ്ഞ് നമുക്കൊരുത്തന്നെ വിടാം. എന്നാ നീ തന്നെ ചെല്ലേ. ഇതൊന്ന് ആരെങ്കിലും പറഞ്ഞു കിട്ടാൻ കാത്തിരിക്കാൻ അയാള്. അതൊരു ഭദ്രകാളിയാ. അതെ, എന്റെ ഓർഡർ കൈ കിട്ടി. സാറിന് അവിടെ ചന്ദ്രമതി അടിച്ചോണ്ടിരിക്കുക. ആരാ ഈ ചന്ദ്രമതി? ചന്ദ്രമതി ഒരാള്. അപ്പൊ
ശരി സാർ. ഓ നല്ല മധുരമുള്ള പൊടി. മാറ്റം കിട്ടാൻ ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെ കിട്ടണം. സാറിന് അങ്ങനെ പൊടിക്ക് മധുരം തോന്നുന്നുണ്ടോ? തർക്കമില്ല. ഒരാഴ്ചയായിട്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന കേസാണല്ലോ എന്ന് കരുതിയിട്ടാ ജോയിൻ ചെയ്ത് അന്ന് തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. ഒരു ജീപ്പുള്ളാണെങ്കിൽ പണ്ടാറടങ്ങാൻ വർഷാപ്പിലും. ഈ വീട് ഈ നാട്ടിലൊന്നും അല്ലേ? എന്തൊക്കെ വഴി? ഇതിലൊരു വഴിയുണ്ട്, ഇതിലൊരു വഴിയുണ്ട്. ഏത് വഴിയാണോ പോണത്? ചേട്ടാ ഒരു മിനിറ്റ്. ഈ അഡ്രസ്സുള്ള വീട് എവിടെയാന്ന് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് വട്ട് വട്ട്. വീട് കണ്ടുപിടിക്കാൻ വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഏയ് ഒരു വിഷമം ഉണ്ടായില്ല. അല്ല, അധികാരിയുടെ വീട് എന്ന് പറഞ്ഞ ആരും അറിയുമോ? ആരാ അധികാരി? നമ്മളോ? ഞാനല്ല, എന്റെ മുത്തച്ഛൻ മരിച്ചിട്ട് 18 കൊല്ലായി. മുമ്പൊക്കെ ഒരു വിവരം പറയേ വേണ്ടൂ, ഈ പഠിക്കലെത്തും. ഇപ്പോ പറഞ്ഞാ മാത്രം പോരാ, കാല് പിടിക്കണം. എത്ര കാല് പിടിച്ചിട്ടാ ഇത് തന്നെ ഒന്ന് പ്രസാദിച്ചു കിട്ടിയത്. വന്നതിന് വളരെ നന്ദിയുണ്ട്. നിന്റെ കയ്യില് 5 10 ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ചോളൂ. എന്തെങ്കിലും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ അവര് പിന്നെ പ്രസാദിച്ചൊന്നും വരില്ല. ഔ, എന്റെ കൃഷ്ണ, ഒന്ന് തിരിഞ്ഞു കിട്ടിയല്ലോ. ഓ, ലൈൻ ശരിയാക്കിയിട്ടുണ്ട്. ഓ, ഈ വീട്ടിലെ എലികൾക്കൊക്കെ നിങ്ങളൊന്നും തിന്നാൻ കൊടുക്കാറില്ലേ? എന്തേ? മീറ്റർ ബോർഡിലെ വയറൊന്നും ബാക്കിയില്ലല്ലോ. ഇവിടുത്തെ കല്യാണത്തിന് മധുരം ഉണ്ടാവും. എലി കടിച്ചു മുറിച്ച ഇനിയും കാണണം. ദാ ഇത് വെച്ചോളൂ. എന്താ? ലേശം കൈക്കൂലിയാ. കുറവാണെന്നറിയാം. ഈ മാസം ഇത്തിരി അധിക ചെലവ് വന്നു. ഇത് തന്നെ ഞാൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാ. ഏത് കുട്ടി? എന്റെ മോളാ. അവളാ 2 തവണ നേരത്തെ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഒരാളൊന്ന് വന്നു കിട്ടാൻ ഒരാഴ്ച എടുത്തു. ഉള്ളത് തന്ന് ഞാനും സഹായിക്കാം. കറണ്ട് നിർത്തരുത്. അകത്തൊരാള് സുഖയില്ലാണ്ട് കിടക്കുക. വീശിക്കൊടുത്ത് കൈ തളർന്നു. കറണ്ട് ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല. ഓ, ഒരു സമാധാന. ഒപ്പം ജോലി ചെയ്യുന്നവര് പല തരക്കാരാവും എന്ന് വെച്ച് എല്ലാരും ഒരു കണ്ണുകൊണ്ട് കാണരുത്. ഈ സാറ് ടെസ്റ്റും പിടിച്ച് ഇവിടെ വരേണ്ട ആളല്ല അധികാരി സാറേ. ഈ കംപ്ലൈന്റ് ഇത്രയും ദിവസം കിടന്നിട്ടും നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇന്നലെയാണ് ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തത്. പണിഷ്മെന്റ് ട്രാൻസ്ഫറാ. നാട്ടിൽ ഓഫീസിന്റെ മുറ്റത്തിട്ട് ഒരു തല്ലേണ്ടി വന്നു. പേടിക്കണ്ട, സാറിന് തല്ലൂല. അബദ്ധായി കുട്ടി. നല്ല മനുഷ്യർക്ക് കൈക്കൂലി കൊടുത്ത് ഞാൻ സ്വയം നാറി. എന്റെ മോളാ അമ്മുക്കുട്ടി. ഞാൻ സിദ്ധാർത്ഥൻ. അല്ല, ഇത്ര നേരം കറണ്ടിൽ കളിച്ചിട്ടേ 15 രൂപ തന്നിട്ടാ ബഹുമാനിക്കാം? അയ്യോ ക്ഷമിക്കണം, ആരെങ്കിലും വന്ന് റിപ്പയർ ചെയ്താ എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാനാ അച്ഛനോട് പറഞ്ഞത്. അമ്മയ്ക്ക് എന്തേ പയ്യേ? അമ്മയല്ല, പേരമ്മ. അകത്തേക്ക് വന്നോളൂ, കാണാം. അച്ഛന്റെ പെങ്ങളാ. പേരമ്മന്നാ ഞങ്ങള് വിളിക്കുക. വിളിച്ച് അതിപ്പോഴൊരു പേരായി. ആയാ? പേരമ്മയെ കാണാൻ വന്നതാ. ഇപ്പോ നല്ലതുപോലെ കാറ്റ് കിട്ടുന്നില്ലേ? മുത്തശ്ശന്റേതായിരുന്നു. വലിയ തായം പകർത്തുവാനായി പേരെടുത്താ മരിച്ചത്. ഉറങ്ങാതെ കിടക്കുമ്പോഴൊക്കെ ഓപ്പോക്ക് ഇത് കാണണം. ഒരിടത്തേക്ക് മാറ്റിവെക്കാൻ സമ്മതിക്കില്ല. കണ്ണില് വെള്ളമുണ്ടല്ലോ. പേരമ്മയുടെ വിചാരം മക്കളാരോ കാണാൻ വന്നാ. മക്കളാരും